Hi friends, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് ഈ ഒരു പുറകെ കാണുന്ന ലാപ്ടോപ്പിന് ഇപ്പോൾ ഇതുള്ളത് 1 GB റാമുള്ള ലാപ്ടോപ്പാണ്. അപ്പോൾ നമ്മൾ അതിനെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. 1 നിന്ന് 3 നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. പിന്നെ പലരും ഇതേപോലെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്, പക്ഷേ പലരും ഇതേപോലെ ചെയ്തിട്ട് റാം വർക്ക് ആവാത്ത ഒരു കണ്ടീഷൻ വരാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞുതരാം. അത് നമ്മൾ DDR2 റാമുള്ളത് എടുത്ത് DDR2 തന്നെ ഇടണം. അത് പലരും ഓൺലൈനിൽ കയറിയിട്ട് റാം മേടിക്കും, എന്നിട്ട് അത് ഇടാറാണ് പതിവ്. പക്ഷേ അത് നമ്മൾ DDR2 ആണോ DDR3 ആണോ 4 ആണോ എന്നൊക്കെ കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം അതേപോലത്തെ റാം തന്നെ മേടിക്കണം. അപ്പോൾ നമ്മൾ ഇതിലുള്ളത് DDR2 512 MB 2 റാംസ് ആണുള്ളത്. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ മേടിച്ചിട്ടുള്ളത് 1 GB DDR2 റാമും അതേപോലെ തന്നെ 2 GB DDR2 റാമും. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ 3 GB റാം ആവും. അപ്പോൾ നമ്മൾ അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ലാപ്ടോപ്പിൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് പഴയ ഒരു ലാപ്ടോപ്പാണ്, അപ്പോൾ അത്രയും സ്പീഡൊക്കെ കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൽ ബ്ലൂ സ്റ്റാക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റാം അപ്ഗ്രേഡ് ചെയ്യുന്നത്. ബ്ലൂ സ്റ്റാക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ 2 GB റാം വേണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ആ റാം അപ്ഗ്രേഡേഷനിൽ പോയാലും. ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ്. തോഷിബയുടെ ഒരു പഴയ ലാപ്ടോപ്പാണ്. നമ്മളിപ്പോൾ ഇത് ഉപയോഗിക്കാറൊന്നുമില്ല. അങ്ങനെ ഏതുപോലെ വീഡിയോ എഡിറ്റ് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പറ്റില്ല. 1 GB റാമേ ഉള്ളൂ. പിന്നെ സ്പീഡും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഇതിൻ്റെ കീബോർഡ് വർക്കിംഗ് അല്ല, ബാറ്ററി വർക്കിംഗ് അല്ല, അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ഇതാണ് ബാറ്ററിയുടെയും ഹാർഡ് ഡിസ്കിൻ്റെയും കമ്പാർട്ട്മെൻറ്റ്. അതിന് ശേഷം ഈ ഒരു കാണുന്നതാണ് നമ്മുടെ ഈ ഒരു റാമിൻ്റെ കമ്പാർട്ട്മെൻറ്റ്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യണം, ഒരു സ്ക്രൂ ഉണ്ടാവുള്ളൂ. അത് പല ലാപ്ടോപ്പിനും പല രീതിയിലായിരിക്കും. ഇതേപോലെ കാണുന്ന ഈ ഒരു പാഡ് അഴിച്ചതിന് ശേഷം അത് തുറന്നെടുക്കണം. അപ്പോൾ ആ ഒരു സ്ക്രൂ അഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇതേപോലെ പൊന്തിക്കാൻ സംഭവം ഉണ്ടാകും. അത് തുറന്നതിന് ശേഷമാണ് അതിൻ്റെ അകത്തായിരിക്കും നമ്മുടെ റാംസ് ഉണ്ടാവുക. ഇപ്പോൾ ഇതിൽ 2 റാം സ്ലോട്ടിലും റാം ഉണ്ട്, അല്ലെങ്കിൽ ഒരു റാം സ്ലോട്ടിൽ മാത്രമേ റാം ഉണ്ടാവാറുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൽ റാം റിമൂവ് ചെയ്യാനായിട്ട് ഇതേപോലെ 2 ക്ലിപ്പ് ഉണ്ടാവും സൈഡിൽ. ആ 2 ക്ലിപ്പും സൈഡിലോട്ട് ആക്കിയതിന് ശേഷം ഇതേപോലെ പൊന്തി വരും. എന്നിട്ട് അത് വലിച്ചങ്ങെടുക്കാം. എന്നിട്ട് ഇത് മാറ്റി വെക്കുക. അതേപോലെ അതിൻ്റെ താഴെ ഒരു റാമും കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഒരു റാം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു രണ്ടാമത്തെ റാം സ്ലോട്ടിൽ നിങ്ങൾ റാമും കൂടി വാങ്ങി ഇട്ടാൽ മതി. നിങ്ങളുടെ പ്രശ്നം സോൾവ് ആവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും 512 MB DDR2 റാമാണ് ഇതിലുള്ളത്. കണ്ടോ? അപ്പോൾ നമ്മൾ ഇനി ഇതിലോട്ട് ഇടാനായിട്ട് പോകുന്നത് 1 GB റാമും 2 GB റാമുമാണ് നമ്മൾ ഇതിലോട്ട് ഇടാനായിട്ട് പോകുന്നത്. പിന്നെ നിങ്ങൾ റാം മേടിക്കുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ, നിങ്ങൾ ഓൺലൈനിൽ കയറിയിട്ടാണ് വാങ്ങിക്കുന്നതെന്ന് വെച്ചാൽ ലാപ്ടോപ്പിൻ്റെ റാമും അതേപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ റാമും നിങ്ങൾ മാറാതെ മേടിക്കണം, കൃത്യമായിട്ട് തന്നെ മേടിക്കണം. കമ്പ്യൂട്ടറിൻ്റെ റാം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും കുറച്ച് വലിയ റാമായിരിക്കും, അത് ഇതിൽ സപ്പോർട്ട് ആവില്ല. അതേപോലെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് DDR2 3 4 എന്നുള്ള ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. സ്പീഡ് മാറിപ്പോയാൽ കുഴപ്പമില്ല, റാമിൻ്റെ സ്പീഡ് മാറിയാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ റാമിൻ്റെ DDR2 3 4 അത് മാറിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്, വർക്കാവില്ല. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഇതേപോലെ റാമിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു വെട്ട് കാണുന്നുണ്ടാവും, ഇതേപോലെ ഒരു വെട്ട്. ആ ഒരു വെട്ട് ഇതേപോലെ ഈ ഒരു റാം ഇടാനുള്ള സ്ലോട്ടിനും അതേപോലെ ഒരു വെട്ടുണ്ടാവും. ഇവിടെ ആയിട്ടൊരു വെട്ടുണ്ട്. ആ ഒരു വെട്ട് കറക്റ്റാക്കിയിട്ട് വേണം നമ്മൾ ഇതിലോട്ട് ഇടാനായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ രണ്ടാമത്തെ റാമിൽ ഇട്ട് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ഇതേപോലെ ചെരിച്ച് ഇതേപോലെ അങ്ങ് കയറ്റി കൊടുത്തതിന് ശേഷം ഇതേപോലെ അങ്ങ് അമർത്തി കൊടുക്കുക. ഇതേപോലെ താത്തി കഴിഞ്ഞാൽ ഇതേപോലെ ക്ലിപ്പ് ലോക്കാവും. അതേപോലെ തന്നെ രണ്ടാമത്തെ റാം ഇതേപോലെ ഈ ക്ലിപ്പ് നിങ്ങൾ വെട്ട് നോക്കണം. വെട്ട് നോക്കിയതിന് ശേഷം ഇതേപോലെ ചെരിച്ച് കയറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ താത്തി കൊടുക്കുക. അപ്പോൾ അത് ക്ലിപ്പ് ലോക്കായി. ഇനി ഇതിൻ്റെ ഒരു ബാക്ക് കവർ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇതേപോലെ വെച്ചതിന് ശേഷം ക്ലിപ്പ് അങ്ങ് അമർത്തി കൊടുത്താൽ മതി. എന്നിട്ട് ആ ഒരു സ്ക്രൂ അതിലിട്ടാണ്ട് ടൈറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത്രയുള്ള റാം ഇൻസ്റ്റാൾ ചെയ്യേണ്ട പരിപാടിയൊക്കെ. ഇനി നമുക്ക് ഇത് തിരിച്ച് വെച്ചതിന് ശേഷം ഇതൊന്ന് ഓൺ ചെയ്തിട്ട് എത്ര GB റാമാണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി കാണിച്ചു തരാം. ഇതിന് ബാറ്ററി കംപ്ലൈൻ്റ് ആണ്, അതുകൊണ്ടാണ് പവർ കേബിൾ കണക്ട് ചെയ്യുന്നത്. ഇനി നമ്മളിത് ഓൺ ചെയ്യാനായിട്ട് പോകാം. തോഷിബയുടെ ഒരു പഴയ ലാപ്ടോപ്പാണ്. ഇതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വർക്കാവില്ല. ഇപ്പോൾ ഇവരുടെ സൈഡിലായിട്ട് ഇത് നമ്മൾ ഫസ്റ്റ് ഓൺ ആക്കുന്ന സമയം ആയതുകൊണ്ടാണ് ഇതേപോലെ ഈ കാണിക്കുന്നത്. ഇവിടെ 23 സെക്കൻഡ് കഴിഞ്ഞാൽ നമുക്കിത് ഓണായി വരും.
അപ്പോൾ ഇവിടെ ഇത് എൻ്റർ അടിച്ചു കൊടുത്താൽ സെറ്റാകും. പക്ഷേ ഇതിൻ്റെ കീബോർഡ് വർക്കിംഗ് അല്ല, നമ്മൾ എക്സ്ട്രാ കീബോർഡ് കണക്ട് ചെയ്തിട്ടുമില്ല, അതുകൊണ്ടാണ് എൻ്റർ അടിച്ചു കൊടുക്കാതെ. പിന്നെ നമ്മളിത് വിൻഡോസ് ഓണായി വരുന്നുണ്ട്. ഇപ്പോൾ ഇത് സംഭവം ഓണായി വരുന്നുണ്ട്. നമ്മളിതിൽ ബ്ലൂ സ്റ്റാക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ബ്ലൂ സ്റ്റാക്ക് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അത് പറഞ്ഞുതരാം. ആൻഡ്രോയിഡ് എമുലേറ്ററാണ്. നമ്മളെ മൊബൈൽ ഫോണിൽ കിട്ടുന്ന ആപ്ലിക്കേഷൻസൊക്കെ നമുക്ക് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ഒരു ബ്ലൂ സ്റ്റാക്ക്. അപ്പോൾ അത് നമ്മൾ ഇതിൽ ഡൗൺലോഡ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇനി ഇത് കാണിച്ചു തരാം, ഇതിൽ എത്ര GB റാമാണ് ഇപ്പോൾ ഉള്ളതെന്ന്. ഇതവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല, നമ്മൾ സൂം ചെയ്ത് ചെയ്യാം. ഇവിടെ ആയിട്ടുണ്ട് 3 GB റാമാണ് നമ്മളിപ്പോൾ ഇതിൽ ഉള്ളത്. നമ്മൾ ഒന്നും അതേപോലെ തന്നെ രണ്ടും നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പോൾ 3 GB റാമാണ് ഇപ്പോൾ ഇതിലുള്ളത്. അപ്പോൾ നമ്മുടെ റാമൊക്കെ വർക്കിങ് കാര്യങ്ങളൊക്കെയാണ്. ഇനി നമ്മൾ ബ്ലൂ സ്റ്റാക്ക് എന്താണെന്ന് കാണിച്ചു തരാം. നമ്മളിത് ക്ലോസ് ചെയ്യണം. ഇവിടെ ആയിട്ട് കണ്ടോ, ഇതാണ് ബ്ലൂ സ്റ്റാക്കിൻ്റെ ഒരു ഐക്കൺ എന്ന് പറയുന്നത്. ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസൊക്കെ നമുക്ക് വർക്ക് ചെയ്യാനുണ്ട്. അതിനാണ് നമ്മൾ ഈ ഒരു റാം ഇൻസ്റ്റാൾ ചെയ്തത്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ ഒരു ലാപ്ടോപ്പിൽ നമ്മൾ റാമൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ബ്ലൂ സ്റ്റാക്ക് ഇപ്പോൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ബ്ലൂ സ്റ്റാക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 GB റാമാണ്. നമ്മളിപ്പോൾ 3 GB റാം ആക്കിയിട്ടുണ്ട്. ഈ ഒരു ലാപ്ടോപ്പിൽ വലിയൊരു സ്പീഡൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സ്പീഡൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ പഴയ ലാപ്ടോപ്പ് കിടക്കുന്നുണ്ടെങ്കിൽ റാം ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് നോക്കുക. റാം അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ DDR2, 3, 4 എന്നുള്ളത് കറക്റ്റാണോ ആയിട്ട് നോക്കിയിട്ട് വാങ്ങിക്കുക, എന്നിട്ട് അത് അപ്ഗ്രേഡ് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.